ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ സി എം എ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഒരുപാട് നാളത്തിന് ശേഷം നമ്മൾ ഒരു ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചു, നമ്മുടെ ക്ലാസ്സസ് അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്നും. പക്ഷേ ക്ലാസ്സസ് ഇടാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ക്ലാസ്സസ് ഇടാൻ കുറച്ച് വൈകിയത്. എങ്കിലും ഇനി വരും ദിവസങ്ങളിൽ എന്നെക്കൊണ്ട് ആവും വിധം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ്സുകൾ എത്തിക്കാം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് പഠിച്ച് നിർത്തിയത്. അപ്പം അതിൻ്റെ കുറച്ച് പോർഷൻസ് ഇനിയും നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പം ഇന്നൊരു നമ്മൾ ചെറിയൊരു ടോപ്പിക്കേ എടുക്കുന്നുള്ളൂ. അപ്പം ഇന്ന് എടുക്കാമെന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇംപ്ലൈഡ് വാറൻറ്റീസ്. ഇംപ്ലൈഡ് വാറൻറ്റീസ് എന്താ നമ്മൾ നോക്കിയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. അതിൻ്റെ ടൈപ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം നമുക്കൊരു 4 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ മക്കളെ? എല്ലാവരും റെഡിയാണോ? ഓക്കെ, എല്ലാവരുടെയും റിവിഷൻ നല്ല പ്രോപ്പറായിട്ട് നടക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല മാർക്കോടെ, എക്സാംഷൻ മാർക്കോട് കൂടി തന്നെ CMA ഇൻ്റർമീഡിയറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വൺ പഠിക്കാൻ പോകുന്ന വാറൻറ്റി ഓഫ് ക്വയറ്റ് പൊസഷൻ അല്ലെങ്കിൽ അൺഡിസ്റ്റർബ്ഡ് പൊസഷൻ. അതിൻ്റെ സെക്ഷൻ 14 സബ്സെക്ഷൻ B ആണ്. സെക്ഷൻസ് ഒന്നും നിങ്ങൾ കോട്ട് ചെയ്യേണ്ട. ഓക്കെ, അപ്പം എന്താണ് അതിൽ പറയുന്നത് നോക്കാം. ഇഫ് ദ ബയർ ഇൻ എനി വേ ഈസ് ഡിസ്റ്റർബ്ഡ് ഫ്രം എൻജോയിങ് ദ ക്വയറ്റ് പൊസഷൻ ഗുഡ്സ് പർച്ചേസ്ഡ് ബിക്കോസ് ഓഫ് സെല്ലേഴ്സ് ഡിഫക്റ്റീവ് ടൈറ്റിൽ, ദ ബയർ ക്യാൻ ക്ലെയിം ഡാമേജസ് ഫ്രം ദ സെല്ലർ. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെല്ലറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആയതുകൊണ്ട് ബയ്യർ, നമ്മുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്ത ബയ്യറിന് അദ്ദേഹത്തിൻ്റെ പൊസഷൻ അൺഡിസ്റ്റർബ്ഡ് ആവുകയോ അല്ലെങ്കിൽ ഒരു സമാധാനമല്ലാത്തൊരു പൊസഷനാണ് കിട്ടുന്നതെങ്കിൽ ബയ്യറിന് നമ്മുടെ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ഡാമേജസിന് ഡാമേജസ് ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ബയ്യർ നമ്മുടെ എപ്പോഴത്തെ പോലെ നമ്മുടെ മിസ്റ്റർ എ ആണ്, സെല്ലർ മിസ്റ്റർ ബി ആണ്. മിസ്റ്റർ ബിയുടെ കയ്യിൽ നിന്നും ഒരു ലാപ്ടോപ്പ് വാങ്ങി. പക്ഷേ ലാപ്ടോപ്പൊക്കെ വാങ്ങി മിസ്റ്റർ എ വീട്ടിൽ പോയതിന് ശേഷമാണ് അറിയുന്നത് ഇതൊരു തനിക്ക് ബി വിറ്റത് ഒരു എവിടെന്നോ ആരുടെയോ മോഷ്ടിച്ച ഒരു ലാപ്ടോപ്പാണ് വിറ്റതെന്ന് പിന്നെയാണ് നമ്മുടെ മിസ്റ്റർ എ ബയ്യർ അറിയുന്നത്. അപ്പം നമ്മുടെ സെല്ലറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആവുകയല്ലേ. അങ്ങനെ ഇരിക്കെ ഇതിന് ട്രൂ ഓണർ വന്നപ്പം ബയ്യർ ആ ഒരു മസ്റ്റായിട്ടും ആ ഒരു ലാപ്ടോപ്പ് തിരിച്ച് റിട്ടേൺ ചെയ്യുകയും ബയ്യറിന് അവിടെ എന്തിനുള്ള ഓപ്ഷനേ ഉള്ളൂ, ആ ബയ്യറിന് വന്ന ആ ഡാമേജസിന് ക്ലെയിം നമ്മുടെ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ സെല്ലറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബയ്യറിന് അവിടെ ഒരു ക്വയറ്റ് പൊസിഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്ലൈഡ് വാറൻറ്റീസിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ മക്കളെ. വാറൻറ്റി ഓഫ് ഫ്രീഡം ഫ്രം എൻകംബ്രൻസസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് എൻകംബ്രൻസസ്. എൻകംബ്രൻസസ് എന്ന് പറഞ്ഞാൽ കടബാധ്യത. അതായത് നമ്മുടെ ബയ്യർ എന്തെങ്കിലും കടബാധ്യതയുടെ ബയ്യറിന് കിട്ടിയത് എന്തെങ്കിലും കടബാധ്യതയുള്ള ഏതെങ്കിലും ഗുഡ്സ് ആണ് എങ്കിൽ, അത് ആ ഒരു ഗുഡ്സ് ആണ് എങ്കിൽ നമ്മുടെ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയ്യറിന് ഡാമേജസിന് ക്ലെയിം ചെയ്യാൻ പറ്റും. ആ ഒരു കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കത്തില്ല. പകരം എന്ത് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ആ ഒരു ഡാമേജസിന് ക്ലെയിം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. The buyer is also entitled to additional warranty that the goods are free from any charge or right of any third party not declared or known to the buyer. If the goods are not free of third parties charges, the buyer is entitled to claim damages from the seller എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ മിസ്റ്റർ എ, അതായത് മിസ്റ്റർ എ ആണ് നമ്മുടെ ബയ്യർ, മിസ്റ്റർ ബി ആണ് നമ്മുടെ സെല്ലർ. മിസ്റ്റർ എ മിസ്റ്റർ ബിയുടെ കയ്യിൽ നിന്ന് ഒരു കാറ് വാങ്ങി. ഓക്കെ, കാറ് വാങ്ങി. അപ്പം തലേ ദിവസം ഈ കാറാണെങ്കിൽ ഞാൻ നാളെ മോർണിംഗ് വന്ന് ഞാൻ ഈ കാർ എടുത്തോളാമെന്ന്, മോർണിംഗ് വന്ന് ഈ കാറ് ഞാൻ ഇവിടെ വന്ന് പിക്കൗട്ട് ചെയ്തോളാമെന്ന് ആര് പറയുകയാണ്? നമ്മുടെ മിസ്റ്റർ ബിയോട് പറയുകയാണ്. അപ്പം പക്ഷേ മിസ്റ്റർ ബി ഇത് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയ വഴിക്ക് തന്നെ മിസ്റ്റർ സി എന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടിക്ക് നമ്മുടെ മിസ്റ്റർ ബി, അത് നമ്മുടെ സെല്ലർ എന്തോ ചെയ്തു, ഈ ഒരു കാറ് പണയം വെച്ച് കുറച്ച് പൈസ, അദ്ദേഹത്തിന് അത്യാവശ്യം കുറച്ച് പൈസ വേണമെന്ന് പൈസ വാങ്ങി. പക്ഷേ ഇതൊന്നും നമ്മുടെ ബയ്യർ അറിയുന്നില്ല. ബയ്യർ ഇതൊന്നും അറിയാതെ അടുത്ത ദിവസം രാവിലെ വന്ന് കാറ് കൊണ്ടുപോവുകയും അതിൻ്റെ പൊസഷനോട് കൂടി തന്നെ അതിൻ്റെ കാറ് കൊണ്ടുപോവുകയും
ഇത് റോഡിലൂടെ ഓട്ടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ആ തേർഡ് പാർട്ടി എന്തോ ചെയ്തു, ഈ പണയം വെച്ച്, അതായത് ഈ കാറ് പണയം വെച്ച് കുറച്ച് പൈസ വാങ്ങിച്ചിരുന്നല്ലോ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നമ്മുടെ സെല്ലർ. അപ്പം ആ തേർഡ് പാർട്ടി ആണെങ്കിൽ ബയ്യറിനോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആകെ എല്ലാ കാര്യങ്ങളും ബയ്യർ അറിഞ്ഞു. അങ്ങനെ ബയ്യറിൻ്റെ ആ ഒരു ബയ്യറിന് അവിടെ എന്താ പൊസഷൻ ഒന്നും അവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റത്തെ കേസ് തന്നെ. പക്ഷേ ഇവിടെ എന്താണ് മക്കളെ ഡിഫറൻസ് വന്നിരിക്കുന്നത്? അതൊരു കടബാധ്യതയിൽപ്പെട്ടൊരു ഗുഡ്സാണ് നമ്മുടെ ബയ്യറിന് കിട്ടിയതെന്ന് ബയ്യർ അറിയുകയാണ്. അപ്പം നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും ബയ്യറിന് ഈ ഒരു തനിക്ക് വന്ന ഡാമേജസ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, സെല്ലർ കൊടുക്കാനുള്ള ആ പണയം കൊടുക്കാനുള്ള പൈസ ആര് കൊടുത്തു? നമ്മുടെ തേർഡ് പാർട്ടിക്ക് നമ്മുടെ ബയ്യറാണ് കൊടുത്തത്. അപ്പം ബയ്യറിന് വന്ന ആ ഡാമേജസിന് നമ്മുടെ സെല്ലറിൽ നിന്നും ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് രണ്ടാമത്തെ കേസിൽ പറയുന്നത്. ഒന്നാമത്തെ കേസ് കൊയറ്റ് പൊസഷനും, രണ്ടാമത്തെ കേസ് കടബാധ്യത, അതായത് എൻകംബ്രൻസസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി 3, വാറണ്ടി ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ബൈ യൂസേജ് ഓഫ് ട്രൈഡ്. അതായത് an implied warranty as to quality or fitness for a particular purpose may be annexed by usage of trade. നമ്മുടെ യൂസേജ് ഓഫ് ട്രേഡിൻ്റെ ഭാഗമായിട്ട് ഫിറ്റ്നസ്, ക്വാളിറ്റി അത് നമ്മളൊരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. നമ്മൾ വിൽക്കുന്ന ആ ഒരു ട്രേഡിൻ്റെ ഫലമായ ഗുഡ്സ്, നമ്മുടെ യൂസേജ് ഓഫ് ട്രേഡ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ അതെന്താണെന്ന് പറയാം, നമ്മുടെ കച്ചവട ബാഹ്യമായെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിളോടെ നമുക്കങ്ങ് പോകാം. അതായത് ഞാൻ വർഷങ്ങളായി നമ്മുടെ ഒരു രാജസ്ഥാനിൽ നിന്ന് കുറച്ച് ഓറഞ്ചസ് അല്ലെങ്കിൽ കുറച്ച് ആപ്പിൾസ്, എന്ത് ഫ്രൂട്ട്സും ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് പറയാം, ഓക്കെ. അപ്പം കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ അവരുടെ അടുത്തുനിന്ന് നമ്മുടെ കേരളത്തിലേക്ക് കുറേ നാളുകളായി പർച്ചേസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ വട്ടവും ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു ഓർഡർ കൊടുത്തു. ഞാൻ കൊടുത്ത ഫ്രൂട്ട്സ് അവർ ഇവിടെ അയക്കുമ്പോഴത്തേക്ക് അത് നല്ല മധുരമായി വരും. അവർ അയക്കുന്ന അവിടെ നിന്ന് നല്ല ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിലും ആപ്പിൾസ് ആണെങ്കിലും പച്ചയായിട്ടിരിക്കും. നാട്ടിലോട്ട് നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ നല്ല പഴുത്തിട്ടായിരിക്കും അത് ഇരിക്കുന്നത്. പക്ഷേ ഈ വട്ടം അവരെന്തോ ചെയ്തു, പച്ച ഫ്രൂട്ട്സിന് പകരം, അതായത് പച്ച ഓറഞ്ചസിന് പകരം നല്ല പഴുത്ത് ഇപ്പം തിന്നാൻ പറ്റുന്ന പരുവത്തിലുള്ള ഓറഞ്ചസ് അല്ലെങ്കിൽ ആപ്പിൾസ് അല്ലെങ്കിൽ വാട്ടർ മേബി ഏത് ഫ്രൂട്ട്സും ആയിക്കോട്ടെ, അതവർ ഇങ്ങോട്ട് അയച്ചിരുന്നു. പക്ഷേ അത് ഇവിടെ വന്നപ്പോൾ, നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ എന്തോ അത് നമുക്ക് മറ്റൊരു എനിക്കത് മറച്ച് വിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ആയി. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആ ഒരു ക്വാളിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. അതാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി 4th വൺ നോക്കിക്കേ, വാറന്റ് ടു ഡിസ്ക്ലോസ് ഡേഞ്ചറസ് നേച്ചർ ഓഫ് ഗുഡ്സ്. അതായത് നോക്കാം, വേർ എ പേഴ്സൺ സെൽ ഗുഡ്സ് നോയിങ് ദാറ്റ് ദ ഗുഡ്സ് ആർ ഇൻഹറൻ്റ്ലി ഡേഞ്ചറസ് ഓർ ദേ ആർ ലൈക്ലി ടു ബി ഡേഞ്ചറസ് ടു ദ ബയ്യർ ആൻഡ് ദ ബയ്യർ ഈസ് ഇഗ്നോറൻറ്റ് ടു ദ ഡേഞ്ചർ, ഹി മസ്റ്റ് വാൺ ദ ബയ്യർ ഓഫ് ദ പ്രോബബിൾ ഡേഞ്ചർ. ഇഫ് സെല്ലർ ഹാസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് എബൌട്ട് ദ ഡേഞ്ചർ, ഹി വിൽ ബി ലയബിൾ ടു പേ ഡാമേജസ്. അതായത് ഇവിടെ പറയുന്നത്, നമുക്കൊരു എക്സാമ്പിളൂടെ പോകാം. ഞാനാണ് ഇവിടെ സെല്ലർ, നിങ്ങളാണ് ഇവിടുത്തെ ബയ്യേഴ്സ്, ഓക്കെ. അപ്പം എൻ്റെ കയ്യിലൊരു കുതിര ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളിൽ ഒരാൾ വന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, നിങ്ങളൊരു കുതിര ഫാൻസാന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുതിര ആവശ്യമുണ്ട്, ഓക്കെ, ഒരു ഹോഴ്സ്. അപ്പം എനിക്കറിയാം എൻ്റെ കയ്യിലിരിക്കുന്ന കുതിര എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു കുതിരയാണ്, അത് എല്ലാവരും ഇട്ട് മാക്സിമം കഷ്ടപ്പെടുന്ന ഒരു കുതിരയാണ്. പക്ഷേ ഞാനാണെങ്കിൽ ആ ഒരു കുതിരയുടെ ഡേഞ്ചറസ് നേച്ചർ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളിലൊരാളെ ബയ്യറിന് ഞാനത് സെയിൽ ചെയ്തു. നിങ്ങളിതൊന്നും അറിയുന്നില്ല, ഓക്കെ, നിങ്ങളിതൊന്നും അറിയുന്നില്ല. അങ്ങനെ നിങ്ങളാണെങ്കിൽ ഈ ഒരു ഹോഴ്സിനെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. നിങ്ങളെ അതിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാണ് അറിയുന്നത്, നിങ്ങളെ അതിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തി, നിങ്ങളെ അത് ഒരുപാട് ഉപദ്രവിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിലായി. നിങ്ങൾക്ക് അവിടെ കുറച്ച് ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ആയി. അപ്പം ആ ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസസ് നിങ്ങൾക്ക് ആരിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും? സെല്ലറായ എൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ഡാമേജസിന് ക്ലെയിം വാങ്ങിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. പിന്നീടാണ് നിങ്ങൾ അറിയുന്നത് എന്താ, ആ ഒരു നിങ്ങൾ വാങ്ങിച്ച ആ ഗുഡ്സ് ഡേഞ്ചറസ് നേച്ചറുള്ള ഗുഡ്സ് ആണ് എന്ന്, ഓക്കെ. ഇനി അവിടെ വേറൊരു കേസ് വരാം, ചിലപ്പോൾ കേസ് സ്റ്റഡിയിലൊക്കെ കയറി വരാം. ഞാൻ ഈ ഒരു ഹോഴ്സിനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഒരു വാണിംഗ് ബോൾ ഞങ്ങൾക്ക് തരികയാണ്, ഈ ഒരു ഹോഴ്സ് കുറച്ച് ഉപദ്രവകാരിയാണ്, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ അതിന് വില്ലിങ് ആണെങ്കിൽ മാത്രം ഒരു ഹോഴ്സിനെ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ അടുത്ത് മുൻകൂട്ടി പറഞ്ഞാൽ അവിടെ ഒരു ലയബിലിറ്റിയും അല്ലെങ്കിൽ ഒരു ഡാമേജസിനോ എൻ്റെ അടുത്തുനിന്ന് ബയ്യറായ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതേസമയം ആ ഒരു ഹോഴ്സിൻ്റെ ഡേഞ്ചറസ്
ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ, സെല്ലർ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ആര് ഡാമേജസ് പേ ചെയ്യണം? നമ്മുടെ സെല്ലർ പേ ചെയ്യാൻ കമ്പൽസറി ആണ്, നിർബന്ധൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ വരും പുതിയ പുതിയ ടോപ്പിക്സായിട്ട്. അപ്പോൾ എല്ലാവരും റിവിഷൻ പ്രോപ്പറായിട്ട് നടത്തുക. നല്ല മാർക്കോടെ എല്ലാവർക്കും പാസ്സാകാൻ കഴിയട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.